നമസ്കാരം, എൻ്റെ എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 നാളെ മാത്സാണ്. ഒന്നും പഠിച്ചില്ലെങ്കിലും ജയിക്കാം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ തമിഴിൽ കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. ടെൻഷനൊക്കെ കുറേ അങ്ങ് മാറും. സത്യം പറഞ്ഞാൽ ടെൻഷൻ നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ലേ അന്ന്. നന്നായിട്ട് പഠിക്കുമ്പം ടെൻഷൻ, പഠിത്തത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ടെൻഷൻ, പഠിച്ചില്ലെങ്കിൽ ടെൻഷൻ, എല്ലാ രീതിയിലും ടെൻഷനാണ്. ഇത് ജീവിതത്തിൽ നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ടെൻഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു തൊഴിലോട്ട് പോകുമ്പം തൊഴിലിൻ്റെതായിട്ടുള്ള ടെൻഷൻ, ജീവിതത്തിലോട്ട് പോകുമ്പം ജീവിതത്തിൻ്റെതായിട്ടുള്ള ടെൻഷൻ, ഇങ്ങനെ ഈ ടെൻഷൻ എന്ന് പറയുന്ന എല്ലാത്തിലും ഉള്ളതാണ്. പക്ഷേ ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. മാത്സിൽ നാളെ നിങ്ങൾ മാത്സിൻ്റെ പരീക്ഷ എഴുതാൻ പോവുകയാണ്. ഫിസിക്സിൻ്റെ പരീക്ഷ കഴിഞ്ഞു. അത്യാവശ്യം എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്ത ഒരു പരീക്ഷ, എല്ലാവർക്കും കുഴപ്പമില്ല, എന്തായാലും എല്ലാവർക്കും അത്യാവശ്യം മാർക്ക് കിട്ടുന്ന ഒരു പരീക്ഷ. നമ്മൾ മാത്സും കുറച്ച് പേര് ആ ഹാങ് ഓവർ നിന്നു, കുറച്ച് പേര് കുറച്ച് ദിവസം ആ ഹാങ് ഓവർ, ഒരു പരീക്ഷ എളുപ്പമായി കഴിയുമ്പോൾ അടുത്തത് എളുപ്പമാകുമോ അതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. എങ്ങനെയായിരിക്കും, എളുപ്പമായിരിക്കുമോ പാടായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല. നാളെ ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞതിന് ശേഷമേ നമുക്കത് പറയാൻ പറ്റും. അപ്പോൾ ഫുൾ മാർക്ക് മേടിക്കേണ്ടവർക്ക് എല്ലാം പഠിക്കുന്നവരെ ഫുൾ മാർക്ക് മേടിക്കത്തുള്ളൂ. അതിന് എല്ലാം പഠിക്കണം. അതിനകത്ത് കാൽക്കുലസ് എന്ന് പറയുന്ന ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും എല്ലാം, ബാക്കി എല്ലാ ചാപ്റ്ററും പഠിച്ചുകൊണ്ട് പോകുന്ന, ഫുൾ ചാപ്റ്ററും അഡീഷണൽ ക്വസ്റ്റ്യൻസും ഒക്കെ പഠിച്ചുകൊണ്ട് പോകുന്നവരാണ് ഫുൾ മാർക്ക് മേടിക്കുന്നത്. എന്നാൽ ഇനി ഡബിൾ പാസ് മാർക്ക് മേടിക്കണം, കഷ്ടിച്ച് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെയല്ലോ. ആഗ്രഹങ്ങൾ പലവിധമാണ്, അനവധിയാണ്, അങ്ങനെയാണ്, പലവിധമാണ് ആഗ്രഹങ്ങൾ. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം, മാത്സിൽ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എനിക്ക് എൻ്റെ തല കയറുന്നില്ല ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒന്നും, അതിൻ്റെ ഒന്നും ഇക്വേഷൻസ് നിൽക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്ന എനിക്ക് ഭയങ്കര ഇതാണ്. അങ്ങനെ ടെൻഷൻ അടിക്കുകയും അതൊന്നും പഠിക്കാൻ പറ്റുകയില്ല. എന്നാൽ നമുക്ക് ജയിക്കുകയും വേണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം, മെട്രിക്സിനകത്ത് ഈ പറയുന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മെട്രിക്സ് ഡിറ്റർമിൻഡ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഈ ശരത് സാറ് കുത്തിയിരുന്ന് നല്ല നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നല്ല അതിന് ഞാൻ ആദ്യമേ ശരത് സാറിന് ഒരു നന്ദി പറയും. നിങ്ങൾക്കും അത് സാറിനോട് ഒരു താങ്ക്സ് പറയാൻ തോന്നിയാൽ നിങ്ങൾക്ക് താങ്ക്സ് പറയാം. കാരണം അതുപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഈ പറഞ്ഞ പോലെ മെട്രിസസ്, ഡിറ്റർമിനൻ്റ്, വലിയ ഇക്വേഷൻ സംഭവങ്ങളൊന്നുമില്ല. പ്രോബബിലിറ്റി, ഇതൊക്കെ ഉറപ്പുള്ള ആവശ്യം. ഇന്നിപ്പം ഇനി വരുമ്പോൾ 3D, അതുപോലെ ലീനിയർ പ്രോഗ്രാമിംഗ്, അങ്ങനെയുള്ള പാഠം പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 18, 35 ആ റേഞ്ചൊക്കെയുള്ള മാർക്ക് ഈസി ആയിട്ട് മേടിക്കാം. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഇൻ്റഗ്രേഷനോ അല്ലെങ്കിൽ ഡിഫറൻസിയേഷനോ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സോ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസോ ഒന്നും പഠിക്കാതെ തന്നെ ഈ 18 മുതൽ 30 മാർക്ക് മേടിക്കുന്നതിനൊക്കെ ഇത് ധാരാളം. ബാക്കിയുള്ള ചാപ്റ്ററുകളൊക്കെ നമുക്ക് പഠിക്കാം. അന്നേരം ടെൻഷൻ ഇല്ലാതാക്കാൻ നമുക്ക് പല കാര്യങ്ങളും കൊണ്ടുവരും. ചിലർ പഠിക്കത്തില്ല, അത് നിർത്തും പഠിത്തം. ഇനി എനിക്ക് പഠിക്കാൻ വയ്യോ, തോക്കുന്നതിനെ തോക്കട്ടെ, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. തോക്കട്ടെ എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അത് റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഒക്കെ മാറാൻ നമുക്ക് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ, അതിനെ നമുക്ക് എങ്ങനെ ടെൻഷനെ ചെറുതാക്കാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ മാത്സ് ഇങ്ങനെയാണ്. ഇപ്പോൾ കെമിസ്ട്രിക്ക് വേറൊരു രീതിയാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ കെമിസ്ട്രി എങ്ങനെയൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാം. 18 മാർക്ക് മേടിക്കേണ്ടവർ 18 മാർക്ക് മേടിക്കാം. 36 ഡബിൾ പാസ് മാർക്ക് 36 മാർക്ക് മേടിക്കേണ്ടത് 36 മാർക്കിനുള്ള കാര്യമുണ്ട്. ഫുൾ മാർക്ക് മേടിക്കേണ്ടവർക്ക് വേറെ ചോയ്സ് അല്ല, അവർ മൊത്തം പഠിക്കുന്നുള്ളതാണ്. അന്നേരം നിങ്ങൾ ടെൻഷൻ കുറയ്ക്കുക. ടെൻഷൻ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോൾ വീണ്ടും ടെൻഷനായി, ഇനി എന്ത് പഠിക്കുന്നുള്ള ടെൻഷൻ, അങ്ങനെ വിചാരിക്കും. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ മരണം വരും ടെൻഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റണം. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ടെൻഷൻ കൊണ്ട് നടക്കുന്നില്ലല്ലോ. അന്നേരം ഒരു ക്രിക്കറ്റ് കളി കണ്ടു കഴിഞ്ഞാൽ, ചില IPL ചില കളി കാണുമ്പോൾ നമുക്ക് ടെൻഷൻ, വേൾഡ് കപ്പ് ഫൈനൽ കാണുമ്പോൾ നമുക്ക് ടെൻഷൻ, ചിലപ്പോൾ ഫുട്ബോൾ കാണുമ്പോൾ ടെൻഷൻ, എല്ലാം ഇല്ല ടെൻഷൻ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അന്നേരം ഇതൊക്കെയാണ് 18 മാർക്ക് 36 മാർക്ക് മേടിക്കാൻ ഇങ്ങനെയുള്ള ചാപ്റ്ററുകളൊക്കെ പഠിച്ചിട്ട് പോയാൽ മാത്സിന് കുശാലായിട്ട് നിങ്ങൾക്ക് മാർക്ക് മേടിക്കാം. അന്നേരം അത്യാവശ്യമുള്ള മാർക്ക് മേടിക്കാം. ഈ പറഞ്ഞ പോലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേണ്ട 50 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ചാപ്റ്ററിൽ, ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, എല്ലാത്തരം വീഡിയോകളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 10-20 വീഡിയോസിൽ കൂടുതൽ മാത്സിന് തന്നെ നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതുപോലെ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാധനം കെമിസ്ട്രി. അടുത്തത് എല്ലാ വിഷയങ്ങളും ഉണ്ട്. കെമിസ്ട്രി നോട്ട് സഹിതം, ഓർഗാനിക്കൊക്കെ ഇന്നേ വരെ പഠിക്കാത്തവർക്കൊക്കെ ഇതുവരെയും പഠിച്ച് തുടങ്ങി മാർക്ക് മേടിക്കാവുന്ന രീതിയിൽ രാഹുൽ സാറിൻ്റെ സൂപ്പർ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. അത് ഈ പറഞ്ഞാൽ ഒരുപാട് ലെങ്ത് ഒന്നുമല്ല, നമുക്ക് വേണ്ട രീതിയിലുള്ള ഷോർട്ട് വീഡിയോസ്. അതാണ് നിങ്ങൾക്ക് കൂടുതൽ പേർക്കും താല്പര്യം. അങ്ങനെ പഠിക്കുന്നത് എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് മാർക്ക് മേടിക്കാം. അന്നേരം
എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നാളത്തെ മാത്സിൻ്റെ പരീക്ഷയ്ക്ക് എല്ലാവരും ഗംഭീരമായിട്ട് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് മാഷ് പ്രാർത്ഥിക്കുന്നു. ശരത് സാറിനോട് താങ്ക്സും പറയുന്നു. ഇത്രയും നിങ്ങൾക്ക് വീഡിയോസ് എടുത്തു തന്നതിന്. എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സറിഞ്ഞ് നല്ല മാർക്ക് കിട്ടട്ടെ. ക്വസ്റ്റ്യൻസ് എല്ലാം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിരിക്കണം. എല്ലാ ക്വസ്റ്റ്യൻസും അറിയുന്നതെല്ലാം നന്നായിട്ട് എഴുതുക. എന്തായാലും എല്ലാം അറ്റൻഡ് ചെയ്തിട്ടേ ഇറങ്ങാൻ വരാവുള്ളൂ. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.